കിലോയ്ക്ക് ഏതാണ്ട് 2000 രൂപയ്ക്ക് മുകളിൽ വരെ കിട്ടും എന്നുള്ള ഒരു സാധനം നമ്മൾ പൊടിയായിട്ട് പൊട്ടിച്ച് കൊടുത്താൽ പോലും. അതുപോലെ തന്നെ മറ്റൊരു കേസ് എടുക്കുന്നുണ്ട്. ഇതിന് അത്യാവശ്യം നല്ല വിലയുള്ള സാധനമാണ്. കാര്യം വെച്ചാൽ ഹായ്, ഞാൻ സബിൻ സലീം, വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മെക്കാനിക്കലിലേവർക്കും സ്വാഗതം. പൊല്യൂഷൻ പാസ്സാവാത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ ധാരാളമായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ധാരാളമായിട്ടെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ ഒരുപാട് പൊല്യൂഷൻ്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പൊല്യൂഷൻ പാസ്സാവാത്തതെന്ന് വെച്ചാൽ ഐഡലിംഗ് സ്പീഡിൽ കാർബൺ മോണോക്സൈഡ് കൂടുതലായിട്ട് കാണിക്കുന്നു എന്നുള്ളതായിരിക്കും കൂടുതലും കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. എനിക്ക് വന്നിട്ടുള്ളത് കൂടുതലും ഒരു പക്ഷേ അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ പെട്രോൾ വാഹനങ്ങളിലാണ് ഇത്തരത്തിൽ പൊല്യൂഷൻ്റെ വിഷയമൊക്കെ കൂടുതലായിട്ട് പറയുന്നത്. പൊല്യൂഷൻ്റെ വിഷയം എന്ന് പറയുമ്പം ഇതും പൊല്യൂഷൻ്റെ പ്രശ്നമായിട്ട് വന്നൊരു വാഹനമാണ്. അപ്പം ഇതിൽ വന്ന പ്രശ്നം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞുതരാം. പൊല്യൂഷൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തൊരു കേസിട്ടാണ്. ഇപ്പം കൃത്യമായിട്ട് ഫയറിങ് നടക്കാതിരിക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ പ്ലഗിൻ്റെ പ്രശ്നം, കോഡ് വയറിൻ്റെ പ്രശ്നം, ഇഗ്നേറ്ററിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ ഇഞ്ചക്ടറിൻ്റെ പ്രശ്നം, നമ്മളടിക്കുന്ന പെട്രോളിൻ്റെ പ്രശ്നം, MBFI മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഭാഗങ്ങൾക്ക് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും വരാം. വണ്ടിക്ക് സ്ലഡ്ജ് ഫോം കൂടുതലുണ്ടെങ്കിൽ വരാം. അതായത് ഇതിൻ്റെ ഓയിലിൻ്റെ സംവിധാനത്തിൽ സ്ലഡ്ജ് ഫോം കൂടുതലുണ്ടെങ്കിൽ വരാം. ഓയിലിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടുവരാം. അതിനൊക്കെ എഞ്ചിൻ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വരാം. ഇതിൽ വരുന്ന ഹെഡിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ വരാം. അത്തരത്തിൽ ധാരാളമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരാം. 12% കൂടുതൽ എത്തനോൾ അടങ്ങിയ പെട്രോളാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പഴയ വാഹനങ്ങളൊക്കെ BS6 പോലുള്ള അല്ലെങ്കിൽ BS4 മുതലുള്ള വാഹനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ വരുത്തില്ല എന്നുണ്ടെങ്കിലും അതിന് മുമ്പുള്ള പഴയ വാഹനങ്ങൾക്കൊക്കെ ധാരാളം വിഷയങ്ങൾ ഈ പറഞ്ഞ കണക്ക് എത്തനോൾ അടങ്ങിയ പെട്രോൾ കൊണ്ടൊക്കെ ഒരുപാടുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടും ഈ പറഞ്ഞ പോലെ പൊല്യൂഷൻ്റെ പ്രശ്നങ്ങളൊക്കെ ധാരാളമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പൊല്യൂഷൻ്റെ നോംസിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങൾ വരുത്തിയതും പഴയ വാഹനങ്ങൾക്ക് ഒരു തിരിച്ചടിയാണ്. പക്ഷേ ഇപ്പം നമുക്ക് കൂടുതലായിട്ട് വന്നേക്കുന്ന ഒരു അനുഭവം, അതായത് പൊല്യൂഷൻ്റെ കേസ് കെട്ടുമായിട്ട് വന്നേക്കുന്നത് ഇപ്പോൾ ഒരു 20-25 വണ്ടി വന്നിട്ടുള്ളതിൽ ഒരു പക്ഷേ അതിലൊരു 15ഓളം വണ്ടികളിലും പ്രധാനപ്പെട്ടൊരു സാധനം ഇല്ല എന്നുള്ളതാണ് ഒരു വിഷയം. അതെ, കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന് പറയുന്നൊരു സാധനം. അപ്പോൾ എന്തിനാണ് കാറ്റലിറ്റിക് കൺവെർട്ടർ ഒരു വാഹനത്തിൽ ഉപയോഗിക്കുന്നത്? എക്സോസ്ട്രോക്കിൽ പുറത്തേക്ക് വരുന്ന വാതകങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെ പ്രകൃതിക്ക് പ്രശ്നമുള്ളതായിരിക്കും. നമ്മളെ എഞ്ചിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വിഷവാതകങ്ങളെ തടഞ്ഞു നിർത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. അപ്പം ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ എഞ്ചിനിൽ നിന്ന് പുറത്തേക്ക് വരുന്ന കാർബൺ മോണോക്സൈഡ്, ഹൈഡ്രോ കാർബൺ, അത് കണക്ക് തന്നെ നൈട്രജൻ ഓക്സൈഡുകളൊക്കെ തടഞ്ഞു നിർത്തി അതിനെ ജലബാഷ്പമാക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് ആക്കുക, നൈട്രജൻ ആക്കുക, അത്തരത്തിൽ വ്യത്യസ്തമായ രീതിയിലൊക്കെ ആക്കി പുറത്തേക്ക് കളയുക. അതായത് ഈ പറഞ്ഞ വാതകങ്ങളൊക്കെ ഒരു പരിധിയിൽ കൂടുതലാവുകയാണെങ്കിൽ പ്രകൃതിക്ക് ദോഷമാണ്. പക്ഷേ അതിനെ ഒരു പരിധിയിൽ നിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും അല്ലെങ്കിൽ ജലബാഷ്പമൊക്കെ ആക്കി പുറത്തേക്ക് കളയുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് വിടുക എന്നുള്ളതാണ് ഒരു വാഹനത്തിൽ വരുന്ന കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ഒരു ഓൾട്ടോയിൽ വരുന്ന ഒരു 3-വേ കൺവേർട്ടറാണ് വരുന്നത്. അതായത് നൈട്രജൻ ഓക്സൈഡ് ആണെങ്കിലും കാർബൺ മോണോക്സൈഡ് ആണെങ്കിലും ഹൈഡ്രോ കാർബൺ ആണെങ്കിലും ശരി, ഇത്തരം കാര്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് ഒരേ സമയം ഓക്സിഡേഷൻ ചെയ്യാൻ വേണ്ടിയൊക്കെ രൂപകൽപ്പന ചെയ്തേക്കുന്ന സാധനമാണ്. ഇതാണ് ചെറിയ രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു വാഹനത്തിൽ വരുന്ന കാറ്റലിറ്റിക് കൺവെർട്ടറിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം, അല്ലെങ്കിൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്രയാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. ഇപ്പം ഇതിൽ വരുന്നൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ ഈ സാധാരണഗതിയിൽ ഇപ്പം ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് ഇതിൽ ഡാമേജ് ആയി പോയതാണ്. അതാ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് അറിയാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇത് ഡാമേജ് ആയി പോവുകയാണ്. കാര്യം ഈ കാറ്റലിറ്റിക് കൺവെർട്ടർ പണ്ട് കാലത്തൊക്കെ ധാരാളമായിട്ട് പൊട്ടിച്ച് കളയുന്നൊരു കേസ് ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൊല്യൂഷൻ നോംസ് ആണെങ്കിലും അല്ലെങ്കിൽ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അത്ര കണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് അല്ലായിരുന്നൊരു കാലഘട്ടത്തിൽ, ഓൺലൈനും മറ്റുമല്ലായിരുന്നൊരു കാലഘട്ടത്തിൽ, ഇത്തിരി കൂടായ്പാണെങ്കിലും അല്ലെങ്കിൽ അത്ര കണ്ട് ഒരു ബോധമില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇതൊക്കെ പൊട്ടിച്ചളയുമായിരുന്നു. ഏത് സാഹചര്യത്തിൽ വെച്ചാൽ വണ്ടി ഓവർ ഹീറ്റ് ആവുക, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാഹചര്യത്തിലോ കാരണവശാലോ കാറ്റലിറ്റിക് കൺവെർട്ടർ അടയുകയോ കാറ്റലിറ്റിക് കൺവെർട്ടറിന് എന്തെങ്കിലും ഡാമേജ് വരികയോ ഉരുകിപ്പോകുന്നൊരു സാഹചര്യമൊക്കെ വരാറുണ്ട് ഓവർ ഹീറ്റ് ആകുമ്പോഴത്തേക്ക്. അപ്പം അങ്ങനെ വരുന്ന സാഹചര്യമൊക്കെ വരുമ്പോഴത്തേക്ക് ഇത് കുത്തിപ്പൊട്ടിച്ച് കളയുന്നൊരു സാഹചര്യം പണ്ട് കാലത്തുണ്ടായിരുന്നു. ഇപ്പോൾ അത് നടക്കില്ല. കാര്യം എന്ന് വെച്ചാൽ കാറ്റലിറ്റിക് കൺവെർട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ ഫെയിലാകും എന്നുള്ളത് ഉറപ്പായിട്ടൊരു കാര്യമാണ്. അത് ഡീസൽ വാഹനമാണെങ്കിലും പെട്രോൾ വാഹനമാണെങ്കിലും കാറ്റലിറ്റിക് കൺവെർട്ടർ വളരെ, അതായത് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നതിനും നമുക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിലും വളരെയധികം പ്രധാനപ്പെട്ടൊരു സാധനമാണിത്. കുറച്ചധികം വാഹനങ്ങളിലൊക്കെ കാറ്റലിറ്റിക് കൺവെർട്ടർ പൊട്ടിച്ചതായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നെന്ന് വെച്ചാൽ എന്തെങ്കിലും രീതിയിൽ കാറ്റലിറ്റിക് കൺവെർട്ടർ കംപ്ലൈൻറ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റെ
വില കൂടുതലായതുകൊണ്ട് കാത്തൽ കൺവെർട്ടർ പുതിയ ഒരെണ്ണം വാങ്ങിച്ചു വെക്കുന്നതാണെങ്കിലും സെക്കൻഡ് ഹാൻഡ് ആണെങ്കിലും അത്യാവശ്യം വിലയുള്ളതുകൊണ്ട് പലപ്പോഴും പൊട്ടിച്ച് കളഞ്ഞ് കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയാണ്. ഇപ്പോൾ ഈ ഒരു കാത്തൽ കൺവെർട്ടറിൻ്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ കണക്ക് ഡാമേജ് ആയിട്ടിരിക്കണം കേട്ടോ, നല്ല രീതിയിൽ ഡാമേജ് ആണ്. ഇതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ കൂടി, അതായത് ഇതിപ്പം എക്സോസ്റ്റ് മാനിഫോൾഡിൻ്റെ കൂടെയാണ് ഈ ഒരു കാത്തൽ കൺവെർട്ടറിൻ്റെ യൂണിറ്റും വരുന്നത്. അപ്പം ഈ ഒരു യൂണിറ്റിൽ കൂടെ എക്സോസ്റ്റ് മാനിഫോൾഡിൽ കൂടെ പോകുന്ന എക്സോസ്റ്റ് ഗ്യാസ് കൃത്യമായിട്ട് പുറത്തോട്ട് പോകാതെ ഇവിടെയൊക്കെ, അതായത് ഇതിപ്പോൾ ഉരുകിയിരിക്കുന്ന ഭാഗങ്ങളിൽ ഡാമേജ് ആയിട്ടിരിക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഉറപ്പായിട്ടും സ്റ്റക്ക് ആവും. അതായത് അതിലെ എയർ ഫ്ലോ ഒരിക്കലും ഉണ്ടായിരിക്കത്തില്ല. അതുകൊണ്ട് തന്നെ എക്സോസ്റ്റ് കൃത്യമായിട്ട് രീതിയിൽ പോവാതെ വണ്ടിക്ക് എഞ്ചിനൊക്കെ കാര്യമായ രീതിയിൽ കംപ്ലയിൻറ്റ് ഉണ്ടാവാനും അതുപോലെ തന്നെ ഓവർ ഹീറ്റ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനും വാൽവുകൾ ഡാമേജ് ആവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഇത്തരം സാധനങ്ങൾ പൊട്ടിച്ച് കളയുന്ന ഒരു പ്രവണത തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പനിയം, പ്ലാറ്റിനം, റോഡിയം പോലുള്ള മെറ്റലൊക്കെ കൊണ്ടൊക്കെ ആയിരിക്കും ഈ കാത്തൽ കൺവെർട്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിനൊക്കെ നല്ല രീതിയിലുള്ള വിലയുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതിൻ്റെ കാത്തൽ കൺവെർട്ടർ ഈ ഒരു സാധനം പൊടിച്ചു കൊടുത്താൽ പോലും, ഇതിപ്പോൾ പൊട്ടിച്ച് വിറ്റാൽ പോലും അത്യാവശ്യം നല്ല വില കിട്ടും. കിലോയ്ക്ക് ഏതാണ്ട് 2000 രൂപയ്ക്ക് മുകളിൽ വരെ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു കാത്തൽ കൺവെർട്ടറിൻ്റെ ഈ ഒരു സാധനം നമ്മൾ പൊടിയായിട്ട് പൊട്ടിച്ച് കൊടുത്താൽ പോലും. അതുകൊണ്ട് മുമ്പ് കാലങ്ങളിൽ അങ്ങനെയും എടുത്തിരുന്ന ആൾക്കാരുണ്ടായിരിക്കാം, ഉണ്ട് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, ഉണ്ടായിരിക്കാം. ഇതാ ഇങ്ങോട്ട് നോക്കിയേ, നമ്മൾ ഒരു സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ഒരു കാത്തൽ കൺവെർട്ടർ എടുത്തേക്കുകയാണ്. ഇതിപ്പം ഈ കാത്തൽ കൺവെർട്ടർ നോക്കിയാൽ ഫുള്ള് ഒരു ഹണി കോമ്പ് സെറ്റപ്പിൽ ഫുള്ള് സാധനമുണ്ട്. ഇത് ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു വെച്ചാൽ ഏകദേശം ഒരു 5 എണ്ണമോ 6 എണ്ണമോ ഒക്കെ എടുത്തപ്പോഴാണ് ഒരെണ്ണം നമുക്ക് നല്ലത് കിട്ടിയത്. കുറേ ബുദ്ധിമുട്ടിയാണ് ഒപ്പിച്ചത്. ഇപ്പോൾ കാത്തൽ കൺവെർട്ടർ ഇങ്ങനെ കിട്ടാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് വരുന്നതൊക്കെ. പൊട്ടിച്ചതും ഡാമേജ് ആക്കിയതൊക്കെയാണ്. നമുക്കിത് വെച്ച് സെറ്റ് ചെയ്യണം. അപ്പം കാത്തൽ കൺവെർട്ടർ ഒന്നുമില്ല, ഇതിലേ വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് നേരെ കയറി ഈ കാണുന്ന ചെറിയ ചെറിയ സുഷിരത്തിലൂടെയാണ് പുറത്തോട്ട് വരുന്നത്. ഈ പുറത്തോട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞ ഹാംഫുൾ ആയിട്ടുള്ള ആ ഒരു വാതകങ്ങളെയൊക്കെ ഇത് കൺവേർട്ട് ചെയ്ത് ഈ പറഞ്ഞ പോലെ കാർബൺ ഡൈ ഓക്സൈഡും നൈട്രജനും അതിനൊക്കെ ജലബാഷ്പമൊക്കെ ആക്കി പുറത്തേക്ക് വിടുകയാണ് ചെയ്തത്. അത് പ്രകൃതിക്ക് ദോഷമല്ലാത്ത ഒരു നിശ്ചിത അളവിലാണ് വിടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ കൂടുതൽ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വണ്ടിക്ക് എൻജിൻ സൈഡിൽ എന്തെങ്കിലും വിഷയമുണ്ട് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. എയർ ഫ്യൂൽ മിക്സറിൻ്റെ റേഷ്യോയ്ക്കൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരിക, അല്ലെങ്കിൽ എൻജിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള വിഷവാതകങ്ങൾ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അമിതമായിട്ട് ഉണ്ടാക്കാനുള്ള കാരണക്കാരനാവും. ഇതിനെയൊക്കെ കൺവേർട്ട് ചെയ്യാനുള്ള കൺവേർട്ടർ ഇല്ലെങ്കിലും തീർച്ചയായിട്ടും ഇത്തരത്തിൽ പൊല്യൂഷൻ ടെസ്റ്റ് ഫെയിലാവാനുള്ള വലിയൊരു സാധ്യത, അല്ലെങ്കിൽ സാധ്യതയല്ല 90% ഒരു ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വണ്ടിയുടെ പ്ലഗ് മുതൽ ഇതിൻ്റെ മാനിഫോൾഡ് മുതൽ ഇതിൻ്റെ ത്രോട്ടിൽ ബോഡി യൂണിറ്റ് മുതൽ എല്ലാ ഭാഗങ്ങളും ഇളക്കി ക്ലീൻ ചെയ്ത് ഇതിൻ്റെ PCV പോസിറ്റീവ് ക്രാങ്കേസ് വെന്റിലേഷൻ്റെ വാൽവ് വരെ മാറി എല്ലാം ക്ലിയർ ചെയ്തതാണ്. പക്ഷേ ഞങ്ങൾ ഇത് ചെക്ക് ചെയ്യാതെ വിട്ടിരുന്നെങ്കിൽ, അതായത് കാത്തൽ കൺവെർട്ടറിൻ്റെ കേസ് ഇട്ട് ചെക്ക് ചെയ്യാതെ വിട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് പിന്നീടും പൊല്യൂഷൻ്റെ പ്രശ്നം കാണിച്ചേനെ. അത്രയും പൈസ ചിലവാക്കിയത് വെറുതെ ആയി പോയി എന്നുള്ള രീതിയിൽ കസ്റ്റമറിന് വന്നേനെ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളടുത്ത് വരുന്ന വാഹനങ്ങളുടെ കാത്തൽ കൺവെർട്ടർ ഉണ്ടോ, കൃത്യമായിട്ട് സാധനം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യണം. കാര്യം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യണ്ട എന്നുള്ളതല്ല, ചെയ്യണം, പക്ഷേ കാത്തൽ കൺവെർട്ടർ ഉണ്ടോ എന്നുള്ളത് നോക്കണം. കാര്യം ബാക്കി ചെയ്യുന്നത് മൊത്തം വെറുതെ ആയിപ്പോവും, വെറുതെ ആയിപ്പോവും. അതായത് നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ചിലപ്പം അതിൻ്റെ കുഴപ്പം കൊണ്ടുള്ള വിഷയം ഉണ്ടായിരിക്കാം, പക്ഷേ എന്തായാലും ടെസ്റ്റ് പാസ്സാവുന്നില്ല. കാണിച്ചുകൊണ്ടിരുന്ന പോയിന്റിൽ നിന്ന് കുറച്ചും കൂടെ താഴെയാകും എന്നുള്ളത് മാത്രമേ ചിലപ്പം വരുള്ളൂ. അതല്ലാതെ ഒരിക്കലും ടെസ്റ്റ് പാസ്സാവുന്ന ഒരു സാഹചര്യത്തിലോട്ട് വരത്തില്ല. അപ്പം കാത്തൽ കൺവെർട്ടർ ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം. ഇപ്പം ഓൾട്ടോയിൽ ഇഷ്ടം പോലെ കാണിക്കുന്നുണ്ട് കേസിട്ട്, ഓൾട്ടോയിൽ ഇത്തിരി അധികം കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓൾട്ടോ ഉള്ളവർ പ്രത്യേകിച്ച് ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.